മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കൂടാളി യു.പി. സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പടവുകളിലൂടെ എന്ന പേരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വി.സി. ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ നമുക്ക് എന്താണ് ഒരു മാറ്റം വരിക? ഒരു ക്യാമ്പിൽ എന്ത് മാറ്റം വരിക? ഒരു കുട്ടി ചിന്തിക്കുന്നത് പോലെയായിരിക്കില്ല വേറൊരു കുട്ടി ചിന്തിക്കുന്നുണ്ടാവുക. ഒരു കുട്ടി പെരുമാറുന്നത് പോലെയായിരിക്കില്ല വേറൊരു കുട്ടി പെരുമാറുന്നത്. ഒരു കുട്ടിയുടെ ഇഷ്ടങ്ങളല്ല മറ്റൊരു കുട്ടിക്ക്. അവര് ജീവിക്കുന്ന ചുറ്റുപാട് വേറെയാണ്. എന്നിട്ടും നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യാണ്? വന്ദന ടീച്ചർ പറഞ്ഞ പോലെ ഒരാൾക്കില്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്തുകൊണ്ടും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടും നിങ്ങൾ എങ്ങനെ നിൽക്കാനാണ് വിചാരിക്കുന്നത്? ഒരു കുടുംബം പോലെ, ഒരു കൂട്ടിലെ പക്ഷിയെ പോലെ. നമ്മൾ ശാന്തിനികേതൻ എന്ന് കേട്ടില്ല? നിങ്ങൾ ശാന്തിനികേതൻ ആരാ ഉണ്ടാക്കിയത്? ടാഗോറിന്റെ വിദ്യാലയത്തിന് ഇങ്ങനെ മേൽക്കൂരിയൊന്നുമില്ല. എന്താ ഉണ്ടായിരുന്നത്? അതിൽ ഇങ്ങനെ കുറേ മരങ്ങൾ. ആ മരങ്ങളുടെ ഇടയിലാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. അവിടെ ഒരു സന്ദേശം എഴുതിയിട്ടുണ്ട്. എന്താണ്? എത്ര വിശ്വം ഭവത്യേക നീളം. എന്താണ്? എവിടെയാണോ വിശ്വം ഒരു പക്ഷിക്കൂട് പോലെ ഇരിക്കുന്നത്. കൂടാളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ കെ. ചന്ദ്രസേനൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് VM മഹേഷ്, മദർ PTA പ്രസിഡന്റ് ദിവ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രധാനാധ്യാപിക MT വന്ദന സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി C. അർജുൻ നന്ദിയും പറഞ്ഞു. ക്യാമ്പിന്റെ ഭാഗമായി ലീഡർ ഇൻ യു, ടീം ബിൽഡിംഗ്, പാട്ടരങ്ങ്, ആകാശക്കാഴ്ച, തപ്പും തൊടിയും, നാട്ടുവഴിയിലൂടെ, നാടകക്കളരി, ഹാബിറ്റ്സ് ആൻഡ് വാല്യൂസ്, സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻ, ചിത്രരചന, ശില്പശാല എന്നീ പരിപാടികൾ നടന്നു. ശ്രേയ ശ്രീകുമാർ, ലിബിൻ കെ. ഗോപാൽ, രാധാകൃഷ്ണൻ മാസ്റ്റർ, VK സജിത് മാസ്റ്റർ, പ്രീജിത്ത് മാസ്റ്റർ, ബിജു നെടുവാലൂർ, PK ദിലീപ്, KC ഷാജി, T. അഖിരാജ് എന്നീ ട്രെയിനർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി റിട്ടയർഡ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ PC വിജയരാജൻ നയിച്ച പാരന്റിംഗ് പഠന ക്ലാസും നടന്നു. ന്യൂസ് ബ്യൂറോ, ചാലോട്. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.